all, welcome to our YouTube channel. So, നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് CBSE ക്ലാസ് 7ന്റെ മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻറ്റീജേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി 6th സ്റ്റാൻഡേർഡിൽ ഇൻറ്റീജേഴ്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം ഇൻറ്റീജേഴ്സ് എന്താണെന്ന്. സോ ഇൻറ്റീജേഴ്സ് can be any number 0 positive numbers or negative numbers. എന്താ പറയുന്നത് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏത് നമ്പർ വേണമെങ്കിലും ആകാം, 0 ആകാം, പോസിറ്റീവ് നമ്പേഴ്സ് ആകാം, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് ആകാം. ഇറ്റ് ക്യാൻ നെവർ ബി fraction, decimal or percentage. അപ്പം എന്താ പറയണത്, അതൊരിക്കലും എന്താകാൻ പാടില്ല, ഫ്രാക്ഷൻ ആകാൻ പാടില്ല, ഡെസിമൽ ആകാൻ പാടില്ല, പെർസെൻറ്റേജ് ആകാനായിട്ട് പാടില്ല. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം -4, -1, 0, 10, 40 എക്സെട്ര. ഇതൊക്കെ എന്താണ് ഇൻറ്റീജേഴ്സിന് എക്സാമ്പിൾ ആണ്. സോ നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ ഇൻറ്റീജേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കാനായിട്ട് പോകുന്നത് എക്സസൈസ് 1 ആണ്. എക്സസൈസ് 1ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ഡൗൺ ഓഫ് എ പെയർ ഓഫ് ഇൻറ്റീജേഴ്സ് ഹൂസ് സം ഈസ് -7, ഡിഫറൻസ് ഈസ് -10 ആൻഡ് സം ഈസ് 0. നമുക്കിവിടെ എഴുതാനായിട്ടുള്ളത് ഒരു പെയർ ഓഫ് ഇൻറ്റീജേഴ്സ് നമുക്ക് വേണം. അവരുടെ സം എന്ന് പറയുന്നത് എന്താകണം, -7 കിട്ടണം. ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താകണം, -10 കിട്ടണം. അതുപോലെ സം 0 വരുന്ന ഇൻറ്റീജേഴ്സിന്റെ ഒരു പെയറാണ് നമുക്ക് ഇവിടെ എഴുതാനായിട്ടുള്ളത്. സോ അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നു. നമുക്ക് എന്ത് കിട്ടണം, സം ഈസ് -7 വരണം. സോ നമ്മൾ ഒരു പെയർ ഓഫ് ഇൻറ്റീജേഴ്സ് എടുക്കുന്നു. -5ഉം -2ഉം എടുക്കുന്നു എന്ന് വിചാരിക്കുക. സോ ലെറ്റ് us take a pair of integers -5 and -2. Therefore, -5 plus -2. അപ്പൊ രണ്ടും ഒരേ സൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനെ കൊണ്ട് പറ്റും. ദാറ്റ് ഈസ് എന്താണ്, -5 plus -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് -7 കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഡിഫറൻസ് എന്ത് വരണം, -10 വരണം. അപ്പൊ നമ്മൾ രണ്ട് ഇൻറ്റീജേഴ്സ് എടുക്കുന്നു. ഒന്ന് -14ഉം ഒന്ന് എന്താണ് -4ഉം എടുക്കുന്നു. ഓക്കെ, സോ ലെറ്റ് us take a pair of integers -14 and -4. Therefore, -14 മൈനസ് ഡിഫറൻസ് ആണ് വേണ്ടത്, അതുകൊണ്ട് നമ്മൾ ഇവിടെ മൈനസ് കൊടുക്കുന്നു, -4. ഇനി ഇവിടെ എന്തുകൊണ്ട് നമ്മൾ -14 ഫസ്റ്റ് എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താണ്, -10 ആണ്. സോ ബിഗർ നമ്പർ ആദ്യം എഴുതിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഡിഫറൻസ് -10 കിട്ടുള്ളൂ. ഇതാ നമ്മൾ ബ്രാക്കറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ -14 മൈനസും കൂടെ നമുക്ക് എന്താകും, പ്ലസ് ആകും. +4 കിട്ടി. ഇനിയും രണ്ടും ഡിഫറൻറ്റ് സൈൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം വലിയ നമ്പറിന്റെ സിമ്പിൾ കൊടുക്കാം. സോ -14 + 4 ഈസ് -10. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഈസ് 0. സം 0 വരണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഒരേ നമ്പേഴ്സ് ആയിരിക്കണം. പക്ഷെങ്കിൽ എന്താണ്, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കണം. സോ ലെറ്റ് us take a pair of integers -5 and 5. So -5 plus 5 that is equal to 0. ഇനി നമുക്ക് സം എന്തായിട്ട് കിട്ടി, 0 ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, റൈറ്റ് എ പെയർ ഓഫ് ഇൻറ്റീജേഴ്സ് whose sum is
whose difference gives 8. Second question, write a negative integer and a positive integer whose sum is -5. Third one, write a negative integer and positive integer whose difference is -3. നമ്മളിതാ ഈ ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണ്. പെയർ ഓഫ് ഇൻറ്റീജേഴ്സ് വേണം, അതും നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടണം? 8 കിട്ടണം. സോ നമ്മൾ എടുക്കാനായിട്ട് പോണു. -2ഉം -10ഉം എടുക്കുന്നു എന്ന് വിചാരിക്കാം. സോ ലെറ്റ് us have -2 and -10. നമുക്കിവിടെ ഡിഫറൻസ് ആണ് വേണ്ടത്. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫറൻസ് is equal to -2 minus -10. That is equal to -2. ഈ മൈനസും കൂടെ എന്താകുന്നു? +10 ആകുന്നു. സോ രണ്ടും ഓപ്പോസിറ്റ് സൈൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന് സിമ്പിൾ കൊടുക്കാം. അപ്പൊ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. ഇനി ഇവിടുത്തെ വലിയ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. അതുകൊണ്ട് എന്താണ്? നമുക്ക് പോസിറ്റീവ് 8 കിട്ടി. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് എ നെഗറ്റീവ് ആൻഡ് എ പോസിറ്റീവ് ഇൻറ്റീജർ ഹൂസ് സം ഈസ് -5. ഒരു പോസിറ്റീവ് ഇൻറ്റീജറും വേണം, നെഗറ്റീവ് ഇൻറ്റീജറും വേണം. പക്ഷെ അവരുടെ സം എന്ന് പറയുന്നത് എന്താണ്? -5 ആയിരിക്കണം. സോ let us have -8 ഉം 3 എടുക്കുന്നു എന്ന് വിചാരിക്കാം. -8 and 3. So sum is equal to -8 plus 3. അപ്പം രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് സൈൻ ഉള്ളവരാണ്. നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സിമ്പിൾ കൊടുക്കാം. സോ ദാറ്റ് ഈസ് -5. അങ്ങനെ സമ്മ നമുക്ക് -5 കിട്ടി. സി ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് എ നെഗറ്റീവ് ഇൻറ്റീജർ ആൻഡ് എ പോസിറ്റീവ് ഇൻറ്റീജർ ഹൂസ് ഡിഫറൻസ് ഈസ് -3. -3 കിട്ടണം ഡിഫറൻസ്. അതുപോലെ തന്നെ നമ്പേഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജറും നെഗറ്റീവ് ഇൻറ്റീജറും ആയിരിക്കണം. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്ന രണ്ട് നമ്പേഴ്സ് ആണ് -2ഉം 1. സോ ലെറ്റ് us have -2 and 1. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിഫറൻസ് ആണ് വേണ്ടത്. therefore difference is equal to -2 -1. അപ്പൊ എങ്ങനെയാണ്? -2 -1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് -3 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഡിഫറൻസ് -3 കിട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. In a quiz, team A scored -40, 10, 0 and team B scored 10, 0 and -40. In 3 successive rounds, which team scored more? Can we say that we can add integers in any order? അപ്പം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ ടീം എയും ടീം ബിയും ഉണ്ടായിരുന്നു. അപ്പൊ ടീം എയുടെ സ്കോർ എന്ന് പറയുന്നത് -4, 10, 0 ആണ്. ടീം ബിയുടെ സ്കോർ എന്ന് പറയുന്നത് 10, 0യും -40 ആണ്. 3 സക്സസീവ് റൗണ്ട്സിന്റെ സ്കോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് ടീമാണ് കൂടുതൽ സ്കോർ ചെയ്തത്, അതുപോലെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇൻറ്റീജേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിനായിട്ട് നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഇവരുടെ ടോട്ടൽ സ്കോർ എത്രയാണെന്ന് കാണണം. സോ ടോട്ടൽ സ്കോർ ഓഫ് team A is equal to -40 plus 10 plus 0. -40 plus 10 എന്ന് പറയുമ്പോൾ -30 ആണ്. -30 plus 0 എന്ന് പറയുമ്പോൾ -30 തന്നെ. ഇനി അടുത്ത ടീമിന്റെ സ്കോർ കാണാം. ടോട്ടൽ സ്കോർ ഓഫ് team B is equal to 10 plus 0 plus -40. 10 plus 0 10 ആണ്. 10 minus 40 എന്ന് പറയുമ്പോൾ -30. അപ്പം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീം എക്കും ടീം ബിക്കും എന്താണ്? ഈക്വൽ സ്കോർസ് ആണ്.
നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വിച്ച് ടീം സ്കോർഡ് ദ മോർ. സോ നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റും the scores of both the teams are same. That is -13 നമുക്ക് എഴുതാം. ഇനി അടുത്തൊരു ചോദ്യം ഉണ്ട് അതിന്റെ കൂടെ തന്നെ. Can we say that we can add integer in any order? അതായത് ഇന്റീജേഴ്സിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പൊ നമ്മൾ ടീം എൻ്റെയും ടീം ബിന്റെയും സ്കോർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നോക്കിക്കേ, സെയിം നമ്പേഴ്സ് തന്നെയാണ്, പക്ഷെങ്കിൽ ആ ഓർഡർ മാറ്റിയാണ് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ -40 10 0 എന്ന് നമ്മൾ ടീം എന്റെ സ്കോർ എഴുതി. ടീം ബിയുടെ സ്കോർ വന്നപ്പോഴും സെയിം നമ്പേഴ്സ് തന്നെ, പക്ഷെ നമ്മൾ ആദ്യം 10 എഴുതി, പിന്നെ 0, പിന്നെയാണ് എന്ത് എഴുതിയത് -40. അപ്പോഴും നമുക്ക് എന്താണ് -30 തന്നെയാണ് ആൻസർ കിട്ടിയത്. നമുക്ക് എന്ത് എഴുതാം? യെസ്, വി ക്യാൻ ആഡ് integers in any order. So ഇനി ആ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, fill in the blanks ആണ്. So fill in the blanks to make the following statements true. First question, -5 plus -8 is equal to -8 plus 5. ഇതാ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ ഇതുപോലത്തെ ഫില്ലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഇപ്പം എന്താണ് മിസ്സിംഗ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? -5 ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5 ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ -5 എഴുതാൻ കാരണം? നമ്മുടെ കമ്മ്യൂട്ടേറ്റീവ് ലോ ഓഫ് അഡീഷൻ കാരണമാണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ ഓഫ് അഡീഷൻ കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, -5 plus dash is equal to -53. -53 plus dash is equal to -53. അവിടെ ഏതായിരിക്കും ആൻസർ വരേണ്ടത്? നമുക്ക് 0 ആണെങ്കിലല്ലേ ആ നമ്പർ തന്നെ കിട്ടുള്ളൂ. അപ്പം -53 plus 0 is equal to -53. ഈ പ്രോപ്പർട്ടി പറയുന്ന പേരാണെന്ത്? അഡിറ്റീവ് ഐഡന്റിറ്റി. അടുത്ത നോക്കിക്കേ, 17ന്റെ കൂടെ ഏതോ നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. 0 കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ നമ്പർ? ആ സെയിം നമ്പർ ആയിരിക്കണം, പക്ഷെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കണം. അപ്പം 17 plus -17 is equal to 0. അതെന്താണ്? അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. അഡിറ്റീവ് ഇൻവേഴ്സ് പ്രോപ്പർട്ടി ആണ്. നെക്സ്റ്റ് വൺ, ഫോർത്ത് ക്വസ്റ്റ്യൻ, 13 plus -12 അതത്ര ഒരു ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നു, പ്ലസ് ഡാഷ് ഇസ് ഈക്വൽ ടു 13 plus -12 plus -7. -12 plus -7 മറ്റൊരു ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നു. അപ്പം ഇവിടെയും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിസ്സിംഗ് ആയിട്ട് പോയിട്ടുള്ളത് ഏതാണ്? -7 ആണ്. അപ്പം ഇതിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേറ്റീവ് ലോ ആണ്. അസോസിയേറ്റീവ് ലോ ഓഫ് അഡിഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, -4 plus 15 plus -3. 15 plus -3 ഒറ്റ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു -14 plus 15 ഒരു ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നു, പ്ലസ് ഡാഷ്. അവിടെ മിസ്സായിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 ആണ്. ഇതും ഈ സെയിം പ്രോപ്പർട്ടി തന്നെയാണ്, അസോസിയേറ്റീവ് ലോ ഓഫ് അഡിഷൻ തന്നെയാണ്. Okay, thank you for watching.